ലോകം ഒരു മാറ്റത്തിന്റെ പാതയിലാണ്. അതിന്റെ ചുവട് പിടിച്ച് ഇന്ത്യയും കേരളവും മാറുകയാണ്. പുതിയൊരു ലോകക്രമത്തിന്റെ, വികസനത്തിന്റെ പുത്തൻ അധ്യായത്തിലേക്കാണ് നമ്മുടെ പ്രയാണം. ചരിത്രത്തിൽ ഇടം തേടുന്ന വികസന ശ്രമത്തിന്റെ, ഒരു നിശബ്ദ വിപ്ലവത്തിന്റെ, സമൂഹം പഠിക്കേണ്ട ഒരു പാഠം കൂടിയാണത്. ദൈവത്തിന്റെ സ്വന്തം നാട് വാണിജ്യ പുരോഗതിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കഴിഞ്ഞു. പതിറ്റാണ്ടുകളായി തുടർന്നു വന്ന ഒരു വ്യവസ്ഥിതിയുടെ മനംമാറ്റം കൂടിയാണത്. ഞാൻ കുസാറ്റിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷത്തോളം വർക്ക് ചെയ്യുകയും അത് കഴിഞ്ഞിട്ടൊരു കമ്പനി ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് ചെറിയ രീതിയിൽ ഫണ്ട് പൂൾ ചെയ്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അതിൽ നിന്നുണ്ടായ വരുമാനം വെച്ചിട്ടാണ് നമ്മൾ കുറച്ചൊന്ന് എലാബറേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ടെക്നോപാർക്കിൽ ഇൻക്യുബേറ്റ് ചെയ്തു. ടെക്നോപാർക്കിൽ ഇൻക്യുബേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആവശ്യം പോലെ പ്രോജക്റ്റ് പുറത്തുനിന്ന് ഒക്കെ വരാൻ തുടങ്ങി. ആ സമയത്താണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് കുറച്ച് നാൾ, ഒരു 6 മാസത്തോളം വെയിറ്റ് ചെയ്തു എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫിനാൻഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ സ്പേസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് KSCDM സ്കീമിനെ പറ്റി അറിയുകയും അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തു. KFCയിൽ നിന്നും വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. നമ്മുടെ പ്രോജക്റ്റ് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. സബ്മിറ്റ് ചെയ്ത ഉടൻ തന്നെ ലോൺ പാസ്സായി. ലോൺ പാസ്സായ ഉടൻ തന്നെ നമ്മൾ പുതിയൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്തു. വളരെ ഭംഗിയായിട്ടൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്യാൻ ഈ ഒരു സ്കീം മുഖാന്തരം നമുക്ക് സാധിച്ചു. അതിനുശേഷം ഓൾമോസ്റ്റ് 30 പേർക്കോളം നമ്മൾ ജോലി കൊടുക്കാൻ പറ്റി. കമ്പനിയുടെ ഒരു ടേൺ ഓവർ എന്ന് പറയുന്നത് ഈ വർഷം ഒരു 5 കോടി രൂപയുടെ ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വർഷം തന്നെ നമുക്ക് മിഡിൽ ഈസ്റ്റിലും US-ലും ഒരു ഓഫീസ് തുടങ്ങണമെന്നാണ് നമ്മളുടെ പ്ലാൻ. ബിസിനസ് എന്നാൽ ചൂഷണമെന്നും സംരംഭം എന്നാൽ അഭ്യസ്ത വിദ്യർക്ക് അനർഹമായ എന്തോ ഒന്നാണെന്നും ഉള്ള ചിന്താഗതിക്ക് മാറ്റം വന്നുകൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ മറ്റിടങ്ങളിലേക്ക് തൊഴിൽ തേടി അലയാതെ സ്വയം തൊഴിൽ ചെയ്യുക, അതുമാത്രമല്ല മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാനും സാധിക്കുക, അതുവഴി ഒരു വലിയ സാമൂഹ്യ പരിഷ്കരണത്തിനും കാരണമാവുക. അങ്ങനെ കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹ്യ രംഗത്ത് വികസനത്തിന്റെ പുതിയ കാഴ്ചപ്പാട് പകർന്നുകൊണ്ടുള്ള ഹൃദ്യമായ ഒരു രംഗാവിഷ്കാരമാണ് ഇപ്പോൾ നടക്കുന്നത്. അതെ, ഈ മാറ്റം കേരള സർക്കാരിന്റെ പുതിയ വികസന സമീപനത്തിന്റെ ഉദാഹരണം കൂടിയാണ്. ഈ ഉദ്യമത്തിൽ പങ്കാളികളായവർ ഇത് ഏറെ ഗുണം ചെയ്തതായി സാക്ഷ്യപ്പെടുത്തുന്നത് ഏറെ സന്തോഷത്തോടുകൂടിയാണ്. ഞങ്ങൾ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു ഞങ്ങൾ KFCയിൽ നിന്ന് ഈ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ട് മുംബൈ, ഡൽഹി അതുപോലത്തുള്ള സിറ്റീസിലേക്ക് പോകാനും അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ലോൺ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ആക്ച്വലി ലോൺ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പ്രോസസ്സ് ചെയ്ത് തരികയും ബാക്കിയുള്ള കാര്യങ്ങളും അവരുടെ സൈഡിൽ നിന്ന് വളരെ സ്മൂത്തായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കോളേജിൽ നിന്ന് പാസ് ഔട്ടായി ഇറങ്ങിയ സമയത്തായിരുന്നു ഞങ്ങൾ ഈ VBO കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ഏകദേശം 6 ഫ്രണ്ട്സ് ചേർന്നിട്ടാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഏകദേശം 20 പേര് ഞങ്ങളുടെ കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. അതേപോലെ മുംബൈയിലും ഡൽഹിയിലും ഞങ്ങൾക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് ഓപ്പറേഷൻസ് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഏറെ സ്വാഗതാർഹമായി പങ്കുവഹിച്ച ഈ സംരംഭം കേരളത്തിന്റെ ശോഭനമായ ഭാവിക്കായുള്ള വികസന സമീപനത്തിന്റെ മഹനീയമായ ഉദാഹരണം കൂടിയാണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അഥവാ KFCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിക്ക് വളരെ വലിയ രീതിയിലുള്ള വിജയമാണ് ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ സംരംഭകത്വത്തിന് അല്ലെങ്കിൽ സംരംഭകർക്കുള്ള സമയമായി എന്ന് വേണം പറയാൻ. പല കാരണങ്ങൾ കൊണ്ടും കേരളത്തിലൊരു അന്തരീക്ഷം മുന്നോട്ട് വന്നിരിക്കുകയാണ്. സംരംഭകർക്ക് അവരുടെ പ്രോജക്റ്റുകൾ തുടങ്ങാനും മുന്നോട്ട് കൊണ്ടുപോകാനും. അങ്ങനെ നോക്കുകയാണെങ്കിൽ KSCDM അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംരംഭക മിഷൻ ഒരു നല്ല സമയത്ത് തുടങ്ങി വെച്ച ഒരു പ്രോഗ്രാം ആണെന്ന് വേണേൽ പറയാം. അതുകൂടാതെ അടുത്ത കാലത്ത് IT മേഖലയിൽ പ്രത്യേകിച്ച് ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ അല്ലെങ്കിൽ പുതിയ കാൽവയ്പ്പുകൾ കേരളത്തിലെ യുവാക്കൾ മനസ്സിലാക്കുന്നു, അതിലുള്ള പൊട്ടൻഷ്യൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു എന്ന് വേണം കരുതാൻ. ഈ ഒരു IT ലെഡ് ഒരു സംരംഭക ഒരു പ്രസ്ഥാനമാണ് ഒരുപക്ഷെ നമ്മളിവിടെ കാണുന്നത്. അവർ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നത് കാരണം മറ്റു പല രംഗങ്ങൾക്കുള്ളവർക്ക് ഒരു പ്രചോദനമായി. ഒരുപക്ഷെ ഈ മിഷനിൽ കൂടുതൽ പേർ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എൻജിനീയേഴ്സാണ്. തുടക്കത്തിൽ IT എൻജിനീയേഴ്സ് കൂടുതൽ ഇതിൽ വന്നു. പക്ഷേ ഇപ്പോൾ മറ്റ് എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ, പരമ്പരാഗതമായിട്ടുള്ള
മേഖലകളിൽ അവരുടെ പ്രോജക്റ്റുകൾ തുടങ്ങാൻ വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. IT എഞ്ചിനീയേഴ്സ് തുടങ്ങാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ദീർഘവീക്ഷണത്തോടുകൂടിയാണ് KFC കേരള സംരംഭക മിഷൻ എന്ന പരിപാടിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഓൺട്രപ്രണർ ഡെവലപ്മെൻറ്റ് മിഷൻ എന്നുള്ള ഒരു കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്. നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ധനകാര്യമന്ത്രി ശ്രീ KM മാണിയുടെ ഭാവനയിൽ ഉയർന്നു വന്ന ഒരു ആശയമാണ്. ഇതിൽ 40 വരെയുള്ള 18-നും 40-നും ഇടയ്ക്ക് വയസ്സുള്ള യുവാക്കളെയും യുവതികളെയും പ്രത്യേകിച്ചും അഭ്യസ്തവിദ്യരായ യുവാക്കളെ സംരംഭകരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇതിലുള്ളത്. ഇത് തങ്ങൾക്ക് ഏറെ ഗുണം ചെയ്തതായി അവർ സാക്ഷ്യപ്പെടുത്തുന്നു. KFCന്ന് കിട്ടിയ ഈ ഫിനാൻസ് നമുക്ക് ചെറിയ രീതിയിൽ നടത്തിയിരുന്ന നമ്മളുടെ അക്വേറിയം ഷോപ്പിനെ വലിയ രീതിയിലാക്കാൻ ഒരുപാട് സഹായിച്ചു. ഒരു 4-5 വർഷമെങ്കിലും ഫ്യൂച്ചറിലേക്ക് പോകാൻ നമുക്ക് സഹായമായി. കുറേ ഹോൾസെയിലായിട്ട് അക്വേറിയങ്ങൾക്ക് മീനുകളും ടാങ്കുകളും ഫിഷ് ഫുഡും ഒക്കെ എത്തിക്കാനും നമുക്ക് കൂടുതൽ വെറൈറ്റി മീനുകൾ സൂക്ഷിക്കാനും 150 വെറൈറ്റി മീനുകൾ സൂക്ഷിക്കാനും ഒക്കെ ഒരു സംവിധാനം ചെയ്യാനൊക്കെ KFC എന്നുള്ള ഈ ഫിനാൻസ് നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമായി. ഈ പദ്ധതി വളരെ നല്ലതാണ്. എൻ്റർപ്രണേഴ്സിന് പുതുതായിട്ട് വരുന്ന വ്യക്തികൾക്കും നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് മനസ്സിലൊരു സ്വപ്നമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അത് ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഉപയോഗപ്പെടും. ഇതൊരു ലോണ് പോലെ നമുക്ക് തരികയാണ്. പക്ഷേ ഇൻട്രസ്റ്റ് KFC കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മുതൽ മാത്രം നമുക്ക് ഈക്വൽ 4 വർഷം കൊണ്ട് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ അടച്ചാൽ മതി. ആദ്യത്തെ ഒരു വർഷം മൊറട്ടോറിയം പീരീഡാണ്. നമുക്കത് ഫ്രീ ആയിരിക്കും. നമ്മൾ തിരിച്ചടവൊന്നും വേണ്ട. ഒരു വർഷത്തിനുള്ളിൽ ബിസിനസ് പിക്കപ്പ് ആക്കിയിട്ട് 1-ാം വർഷം മുതൽ പിന്നെ 4 വർഷം, അങ്ങനെ ടോട്ടൽ 5 ഇയേഴ്സ്. ആ 4 വർഷം കൊണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഒന്നുമില്ലാതെ മുതൽ മാത്രം കറക്റ്റ് 4 വർഷത്തിൻ്റെ EMI ആയിട്ട് നമുക്ക് അടച്ചു തീർക്കാവുന്നതാണ്. ഭയങ്കര ഈസി ആയിട്ടുള്ള സംവിധാനമാണ് മാണി സാറിൻ്റെ ഈ പദ്ധതി നമുക്ക് മുന്നിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. KSCDM ആണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് പ്രോജക്റ്റ്. വളരെ നല്ലൊരു സംവിധാനമാണ്. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ പേര് ഇത് ഉപയോഗിച്ച് വരികയാണ്. ഇപ്പോൾ യുവജനങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ളത് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് പെട്ടെന്ന് ഫിനാൻസാണ് ഒരു പ്രോബ്ലമായിട്ട് നിൽക്കുക. അവരുടെ കർമ്മശേഷി പ്രയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഫിനാൻസ് കിട്ടുന്ന രീതിയിലൊരു സംവിധാനമാണ് KFC കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്ത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് സഹായമാവും. എൻ്റർപ്രണേഴ്സായിട്ട് മുന്നോട്ട് വരാൻ പറ്റും. പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നതിൽ കേരള സമൂഹത്തോടൊപ്പം KFCയും അഭിമാനിക്കുകയാണ്. യുവാക്കളായിട്ടുള്ള ഞങ്ങളുടെ സ്റ്റാഫിനെ പ്രത്യേകിച്ചും ഈ രംഗത്തേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. ഇതിൽ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിനുമെല്ലാം നമ്മുടെ കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ സ്റ്റാഫ് മുന്നോട്ട് വന്നു. അതിൻ്റെ പ്രയോജനം നമുക്ക് ഓരോ ബ്രാഞ്ചിലും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത കാലത്ത് മഹിളാ ഓൺട്രപ്രണേഴ്സ് മുന്നോട്ട് വരാൻ തുടങ്ങിയിരിക്കുകയാണ്. കൂടുതൽ പേരും അതിൽ ട്രഡീഷണലായിട്ടുള്ള ഫുഡ് പ്രോസസ്സിങ് അല്ലെങ്കിൽ ഗാർമെൻറ്റ് മേക്കിംഗ് ഇങ്ങനെയുള്ള രംഗങ്ങളിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ ഞങ്ങൾക്ക് വളരെ പുതിയ നൂതന മേഖലകളിൽ ബയോടെക് പോലുള്ള രംഗങ്ങളിലും പുതിയ ഓൺട്രപ്രണേഴ്സ്, വിമൻ ഓൺട്രപ്രണേഴ്സ് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തങ്ങൾക്ക് ആശയും ആവേശവുമാണ് കേരള സംരംഭക മിഷനെന്ന് ഇതിന്റെ ഭാഗമായവർ പറയുന്നത് അഭിമാനത്തോടു കൂടിയാണ്. 4 പാർട്ട്നേഴ്സ് ചേർന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾ പത്രത്തിൽ കണ്ട ഒരു പരസ്യം മുഖാന്തരമാണ് KFCയെ സമീപിക്കുകയും KFC ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ഞങ്ങൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി നിന്ന ഒരു സമയത്താണ് ഞങ്ങൾക്ക് KFC ലോൺ അനുവദിക്കുകയും ആ ലോൺ കാരണം ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയും ഇനി മേലിലേക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളിപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. KFC ഞങ്ങൾക്ക് ആദ്യമേ ലോൺ തന്നത് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള മെഷീനറി വാങ്ങിക്കാനും ടൂൾസ് വാങ്ങിക്കാനുമുള്ള പൈസ തന്നു. അതിനുശേഷം ഞങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ ഫണ്ട് തന്നു. ആ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടിയതിന് ശേഷം ലാസ്റ്റ് പരസ്യത്തിനായിട്ടും മറ്റ് കാര്യങ്ങൾക്കായിട്ടുമാണ് ഞങ്ങൾക്ക് ലോൺ തന്നിരിക്കുന്നത്. 4 പേർക്ക് 16 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. KFCയുടെ പദ്ധതി ഞങ്ങളെപ്പോലുള്ള ജോലിയില്ലാത്ത ബുദ്ധിമുട്ടുന്ന എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവർക്ക് വേണ്ടി ശരിക്കും സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് KFC ചെയ്തേക്കണേ. അല്ലെങ്കിൽ ഒരു പലിശയില്ലാത്ത ഒരു ലോൺ KFC ഇങ്ങനെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പലിശയില്ലാത്ത ലോൺ ആയതുകൊണ്ടും ഞങ്ങൾക്കെല്ലാം ആശ്വാസം. ഓരോ തവണ അടയ്ക്കുന്തോറും ഞങ്ങളുടെ മുതൽ അവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ടെൻഷനും ഇല്ലാതെ ഞങ്ങൾക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. ആ കിട്ടുന്ന എമൗണ്ട് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാനും ആ യൂട്ടിലൈസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് തിരിച്ചടച്ചുകൊണ്ട് 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഈ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാനും പറ്റും. യുവ സംരംഭകർക്ക് പലിശരഹിത വായ്പയായി മൂലധനം ലഭ്യമാക്കുക മാത്രമല്ല, അവർക്ക് സ്ഥാപനം തുടങ്ങുന്നതിനുള്ള പരിശീലനം നൽകുന്നു എന്നതും കേരള സംരംഭക മിഷന്റെ പ്രത്യേകതയാണ്. ഈ
പദ്ധതിയിൽ യുവാക്കൾക്ക് ഒരു പ്രോജക്റ്റിന് 20 ലക്ഷം വരെയാണ് പലിശ രഹിത വായ്പയായി നൽകുന്നത്. ഒരു വ്യക്തിക്കാണെങ്കിൽ പരമാവധി 10 ലക്ഷം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്കീമിലുള്ള വ്യവസ്ഥ. 2 ടെക്നോക്രാറ്റുകൾ ഒരുമിച്ച് വരികയാണെങ്കിൽ അവർക്ക് 20 ലക്ഷം വരെ ലോൺ എടുത്ത് ഒരു പുതിയ പദ്ധതി തുടങ്ങാനാവും. എൻജിനീയേഴ്സ് അല്ല അഥവാ ടെക്നോക്രാറ്റ്സോ മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റ്സോ അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും 4 ലക്ഷം വെച്ച് 4 or 5 വ്യക്തികൾ ചേർന്ന് 20 ലക്ഷം വരെയുള്ള പ്രോജക്റ്റുകൾ തുടങ്ങാനാവും. ഇതിൽ പലിശരഹിത വായ്പ എന്നുള്ളതിൽ കൂടാതെ എല്ലാവർക്കും സൗജന്യമായി ഒരാഴ്ചയോ 2 ആഴ്ചയോ ഉള്ള ഒരു ഓന്ത്രപ്രണർ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഇത് കൊടുക്കാനുമുള്ള ഒരു വ്യവസ്ഥയുണ്ട്. KFCയുടെ നേതൃത്വത്തിലുള്ള കേരള സംരംഭക മിഷൻ യുവ സംരംഭകർക്ക് നിരവധി തരത്തിലുള്ള പ്രയോജനങ്ങളാണ് ചെയ്യുന്നത്. 1.5 കൊല്ലമായിട്ട് ഞങ്ങളിപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക് ഡ്രീംസ് എന്നാണ് എൻ്റെ പേര്. അതൊരു ഡിജിറ്റൽ പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഈ മാസികകളും ബുക്കുകളെല്ലാം മൊബൈൽ ഡിവൈസസിലും ടാബ്ലറ്റ്സിലും കമ്പ്യൂട്ടേഴ്സിലൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു അവസാന ഘട്ടമായപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് ചിലവുകൾക്കും ഇങ്ങനെ അതിൻ്റെ കുറച്ച് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിനൊക്കെ കുറച്ച് ഫണ്ടിൻ്റെ ഷോർട്ടേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് KFC ഒരിക്കൽ ടെക്നോപാക്കി വന്ന് ഈ KFCDM പ്ലാനിനെ കുറിച്ച് പറയുന്നതും ഇൻട്രസ്റ്റ് ഫ്രീ സീഡ് ഫണ്ടിനെ കുറിച്ച് പറയുന്നതും. അപ്പോൾ ഞങ്ങൾ KFCയെ അപ്രോച്ച് ചെയ്തു, ഞങ്ങളുടെ പ്രോജക്റ്റ് പ്ലാന് പറഞ്ഞു. അപ്പോൾ അവർ അതൊരു ഭേദപ്പെട്ട പ്രോജക്റ്റാണെന്ന് തോന്നി. അങ്ങനെ അപ്കമിങ് ജനറേഷൻ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ഓൺടർപ്രണേഴ്സ് എന്നുള്ള രീതിക്ക് ആ KFCDM ലോൺ തന്ന് ഞങ്ങൾ സഹായിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഫണ്ട് വളരെയധികം ഉപയോഗപ്പെട്ടു. ഞങ്ങൾക്ക് ആ ഫണ്ട് കിട്ടിയത് ഡിസംബറിലാണ് ആ പ്രോഡക്റ്റിൻ്റെ ലോഞ്ച് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഞാൻ കൂടാതെ കുറച്ച് പേരും ഇതേപോലെ ഈ പ്ലാനിൽ നിന്ന് ഗുണപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു ബൂസ്റ്റിംഗ് ഫാക്ടറാണ്. ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം വരുന്നത്. അതുകൊണ്ട് എനിക്ക് സ്മൂത്തായിട്ട് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. ആ സ്ഥിതിക്ക് ഇത് വളരെ മെച്ചപ്പെട്ട ഒരു പ്ലാൻ എന്ന് പറയാൻ പറ്റും. സ്വന്തം സ്ഥാപനം തുടങ്ങി വിജയകരമാക്കിക്കൊണ്ടു പോകുന്നതിനാവശ്യമായ നിയമ സാങ്കേതിക സഹായവും സംരംഭക മിഷൻ ലഭ്യമാക്കും. എല്ലാവരും പറയാറുണ്ട്, പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെയധികം റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ഇതിൽ ഒരു സെക്യൂരിറ്റി ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ധനകാര്യ സ്ഥാപനത്തിന് അതിൻ്റെ നിലനിൽപ്പിന് തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് പറയാറുണ്ടായിരുന്നു. വളരെ ചെറിയ ഒരു സെക്യൂരിറ്റിയിലോ അല്ലെങ്കിൽ 1-2 വ്യക്തികളുടെ ഷുവർട്ടിയിലോ ലോൺ കൊടുക്കാനുള്ള ഒരു പദ്ധതിയും ഇതിലുണ്ട്. അതിൻ്റെ പ്രയോജനവും ധാരാളം യുവാക്കൾ പ്രയോജനപ്പെടുത്തി. ഈ പല രീതിയിൽ വളരെ മിനിമൽ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇല്ലാതെ തന്നെ ലോൺ കൊടുക്കാനുള്ള ഒരു രീതിയിൽ ഈ സ്കീം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംരംഭം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് തങ്ങൾക്ക് ജീവിത വിജയം സ്വന്തമായതെന്ന് അവർ പറയുന്നു. ഞങ്ങൾ ആക്ച്വലി 8 പ്രൊമോട്ടേഴ്സ് ഉണ്ട്. 8 പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ 8 പേരും ഫ്രണ്ട്സ് ആയിരുന്നു. കോളേജിൽ ഒരുമിച്ച് പഠിച്ചു. ഞങ്ങൾ ഒരു 3rd ഇയർ ഒക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു ക്യാമ്പസ് ഫോർ എവർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് കൊണ്ടുവന്നു. അതായത് എഞ്ചിനീയറിംഗ് കോളേജസിന് എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളൊന്ന് ചിന്തിച്ച് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ ഒരു കമ്പനി എന്നുള്ളൊരു ഇതായിട്ട് തുടങ്ങാം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങി. അങ്ങനെയാണ് ആദ്യമായിട്ട് ക്രിയേസ് എന്നുള്ള രീതിയിലോട്ട് പെർഫോമേഷൻ വരുന്നത്. KFCയുടെ പദ്ധതി എന്ന് പറയുമ്പോൾ നല്ലത് തന്നെയാണ്, വളരെ ഉപകാരമായിരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ കുറേ മാർക്കറ്റിംഗ് കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ KCDM സ്കീം അങ്ങനത്തെ കാര്യങ്ങൾ അതിനെപ്പറ്റി കേട്ടു, അപ്രോച്ച് ചെയ്തു. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അത്. സ്ഥാപനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ 22 പേരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കമ്പനി ഫോക്കസ് ചെയ്യുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻസ് എന്നുള്ളൊരു ഫീൽഡ് ഡൊമെയിനാണ്. മൊബൈൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആൻഡ്രോയിഡ്, iOS എല്ലാ പ്ലാറ്റ്ഫോംസിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതെ, കേരളം പുരോഗമിക്കുന്നു. യുവജനങ്ങളുടെ വികസന സഹകരണത്തോടെ അവർക്ക് കൈത്താങ്ങായി കേരള ഗവൺമെൻറ്റും. എവിടെയെല്ലാം ഫ്ലെക്സിബിലിറ്റി ആവശ്യമുണ്ടോ അത് വരുത്തിക്കൊണ്ട് യുവാക്കളുടെ പ്രത്യേക പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് അവരുടെ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സഹായം എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. പല സജഷൻസ് പല ഇടങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. സംരംഭകരിൽ നിന്നും സ്റ്റുഡൻസിൽ നിന്നും കേരളത്തിലുടനീളം ഞങ്ങൾ പല കോൺഫറൻസുകളും സെമിനാറുകളും വർക്ക്ഷോപ്പുകളും നടത്തി ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ അവർക്ക് കൊടുക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തി. അതിൽ മുന്നോട്ട് അതിൽ വന്നവരുടെ പലതരമായ സജഷൻസ് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളെല്ലാം
ഉൾക്കൊള്ളാൻ ഞങ്ങൾ ശ്രമിച്ചു. അത് കാരണം ഞങ്ങളുടെ സ്കീം ഇപ്പോൾ വളരെ പോപ്പുലറായിട്ടുള്ളൊരു സ്കീമായിട്ട് കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ്. കേരള സംരംഭക മിഷൻ നമ്മുടെ നാടിന് വികസനത്തിന്റെ പുത്തൻ പന്ഥാവ് ഒരുക്കും എന്നത് തീർച്ച.